അപ്പോൾ ഒരു മനുഷ്യനായ എനിക്ക് എന്നെക്കുറിച്ച് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ ചില അറിവുകളുണ്ട്. ആ അറിവെന്ന് പറയുന്നത്, ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു ദേഹിയുണ്ട്, ഞാൻ താൽക്കാലികമായി ഒരു ശരീരത്തിൽ താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഒന്ന്, എവിടെ നിന്നാണ് എൻ്റെ ആത്മാവ് വന്നത്? എവിടേക്കാണ് എൻ്റെ ആത്മാവ് പോകുന്നത്? എന്തിനു വേണ്ടിയാണ് എൻ്റെ ആത്മാവ് താൽക്കാലികമായി ഒരു ശരീരത്തിൽ വസിക്കുന്നത്? നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില അടിസ്ഥാന ഇൻഫർമേഷനുകൾ എന്നെക്കുറിച്ച് എനിക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ദൈവത്തെ സംബന്ധിച്ച് ആദ്യം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മെ സംബന്ധിച്ച് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പോൾ പർപ്പസിനനുസരിച്ച് ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തു. ഡിസൈൻ അനുസരിച്ച് ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തു. എന്തെങ്കിലും ഈ ഭൂമിയിലോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പർപ്പസ് ഉണ്ട്. പർപ്പസിനനുസരിച്ച് ഡിസൈനുണ്ട്. ഡിസൈൻ അനുസരിച്ച് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അതിനാധാരമായിട്ട് സങ്കീർത്തന പുസ്തകം 139 അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ അന്തരംഗത്തിനാണ് ദൈവം ആദ്യം രൂപം കൊടുത്തത്. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ വിസ്മയനീയമായി രഹസ്യത്തിൽ എൻ്റെ അകത്ത മനുഷ്യനെ, അതെന്താണ്? എൻ്റെ ആത്മാവിനെയാണ് ദൈവം മെനഞ്ഞത് എന്ന് നമ്മൾ സങ്കീർത്തന പുസ്തകം 139 അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമ്മൾ കണ്ടിരുന്നു. എന്നിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് എന്നെ ദൈവം സൃഷ്ടിച്ചത്? ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എഫേസ്യ ലേഖനം 2 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി. അവിടെ പറഞ്ഞു, മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ട്, അതായത് ഗുഡ് വർക്ക്സ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് എന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ അവിടെ കണ്ടു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആ പർപ്പസ് കണ്ടെത്തി അത് ചെയ്താൽ മാത്രമേ സാത്താൻ്റെ രാജ്യം തകരത്തുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം ദ പവർ ഓഫ് ഗാഡ് വിൽ മൂവ് ഓൺലി ഇൻ ദ പേർപ്പസസ് ഓഫ് ഗാഡ്. ദൈവത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഇമോഷൻ അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കരഞ്ഞ് കാണിക്കുമ്പോൾ മൂവ് ചെയ്യുന്നൊരു കർത്താവല്ല. നമ്മൾ കരയുന്നത് കർത്താവിന് ഇഷ്ടമില്ല. പക്ഷേ കർത്താവിൻ്റെ ആക്ടിവിറ്റികൾ വരുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മാനിഫെസ്റ്റഡ് ആകുന്നത് അവിടുത്തെ പർപ്പസിനനുസരിച്ചാണ്. ദൈവശക്തിയും വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ പർപ്പസിലാണ്. എവിടെയാണോ ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് കണ്ടെത്തി അവിടെ നമ്മൾ നമ്മുടെ സമയമിട്ടാൽ ഉറപ്പായിട്ടും ദൈവശക്തി അവിടെ മൂവ് ചെയ്യാൻ ഇടയാകും. സോ എൻ്റെയും നിങ്ങളുടെയും എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് സാത്താൻ്റെ കിങ്ഡത്തെ തകർക്കുന്നതുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. നിങ്ങളിലൂടെ സാത്താൻ്റെ കിങ്ഡം തകർക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ പറഞ്ഞു, നമ്മൾ ഭൂമിയിൽ ചുമ്മാ പൊട്ടിമുളച്ച് വന്നതല്ല, മറിച്ച് അദൃശ്യ ആത്മീയ ലോകത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ദൈവം നിശ്ചയിച്ച സമയത്തിൽ, ദൈവം നിശ്ചയിച്ച സീസണിൽ ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നു. അപ്പോൾ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ആ ഉദ്ദേശം എന്താണ്? അതിനനുസരിച്ചാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിലൂടെ സാത്താൻ്റെ കിങ്ഡത്തിൻ്റെ ഒരു പോർഷൻ അതിനെ നശിപ്പിക്കണം എന്നതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6 അധ്യായത്തിൻ്റെ 33 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പർപ്പസ് ആദ്യം അന്വേഷിക്കുക. അത് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും പർപ്പസ് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വ്യത്യസ്ത അളവിലും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുമാണ് അത് ദൈവം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദൈവിക പർപ്പസുകൾ ആർക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവിക പർപ്പസുകൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവത്താൽ ഒരുക്കപ്പെടണം. 2, ദൈവത്താൽ നമ്മൾ ശക്തി പ്രാപിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേൽ ദൈവശക്തി വരണം. 3ാമതാണ് ദൈവം നമ്മളെ അയക്കണം അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ദ വർക്ക് എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ദൈവിക പർപ്പസിൽ നിന്ന് നമ്മളെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാരേജിനകത്തും നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്കകത്തും നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തും നമ്മുടെ ബന്ധങ്ങൾക്കകത്തും സാത്താൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പർപ്പസിൽ വരാൻ പാടില്ല. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ദൈവ പർപ്പസ് ഫുൾഫിൽ ചെയ്താൽ സാത്താൻ്റെ കിങ്ഡം തകരും. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും ഒരു കൂട്ടം ബന്ധ തകർച്ചകളും ഒരു കൂട്ടം ചില ശത്രുക്കളെയും ഒരു കൂട്ടം ചില വ്യത്യസ്ത സാഹചര്യങ്ങളും സാത്താൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? കാരണം നമ്മുടെ ഫോക്കസ് അതിലേക്ക് പോകണം.
നമ്മുടെ ഫോക്കസ് അതിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലെന്നോ ദൈവം എന്തിനാണ് എന്നെ അയച്ചതെന്നോ എൻ്റെ പർപ്പസ് എന്താണെന്നോ അറിയുക മാത്രമല്ല അത് പ്രവർത്തിക്കാനും നമുക്ക് സമയം കാണത്തില്ല. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മുടെ സമയം കൂടുതൽ സാത്താൻ അപഹരിച്ചുകൊണ്ട് പോകുന്നത്. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ പർപ്പസിൽ മൂവ് ചെയ്താൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പർപ്പസിൽ മൂവ് ചെയ്താൽ ഉറപ്പായിട്ടും സാത്താൻ്റെ കിങ്ഡം തകരും. നിങ്ങളുടെ സമയത്തെ അപഹരിക്കുവാൻ വേണ്ടിയാണ് സാത്താൻ അതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പർപ്പസിൽ മൂവ് ചെയ്യണം. ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പർപ്പസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് പറ്റത്തില്ല. അതിനെന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരണം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവിക പർപ്പസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കണം, ഈ പർപ്പസ് ദൈവത്തിൻ്റേതാണ്. ഈ പർപ്പസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഇൻ നേച്ചറാണ്. ഇറ്റ് ഈസ് സ്പിരിച്വൽ ഇൻ നേച്ചർ. അപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യത്തെ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് അല്ലെങ്കിൽ ശാരീരിക ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് ആ സ്പിരിച്വൽ അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്പിരിച്വൽ അസൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മേൽ എന്താണ്? ദൈവശക്തി വരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുവാൻ നമ്മുടെ മേൽ വരുന്ന ദൈവശക്തിയാണ് നമ്മൾ അഭിഷേകം എന്ന് പറയുന്നത്. കാരണം ആ ദൈവശക്തി ഇല്ലാതെ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം ഒരു ആത്മീയ യുദ്ധമാണ്. ഈ ഉദ്ദേശം, ഈ പർപ്പസ് ഒരു സ്പിരിച്വൽ ഇൻ നേച്ചറാണ്. അത് സ്പിരിച്വൽ പവർ കൊണ്ട് മാത്രമേ അതിനെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ് എന്ന് വെച്ചാൽ ദ പർപ്പസ് ബിലോങ്സ് ടു ദ ലോർഡ്. പക്ഷെ അത് ചെയ്തെടുക്കുന്നത് മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് വി ആർ ദ കോ വർക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൂട്ടുവേലക്കാരാണ്, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്, നമുക്ക് ദൈവത്തെയും ആവശ്യമുണ്ട്. നമ്മൾ രണ്ടും ചേർന്നാൽ മാത്രമേ ദൈവിക പർപ്പസുകൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവിക പർപ്പസുകൾ ഈ ഭൂമിയിൽ നമ്മളിലൂടെ വെളിപ്പെടണം എന്നതാണ് ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. അതിനാധാരമായിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഞാൻ പറഞ്ഞു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. അപ്പോൾ അദൃശ്യ ആത്മീയ ലോകത്തിലുള്ള ദൈവം ഫിസിക്കൽ വേൾഡിൽ മാനിഫെസ്റ്റഡ് ആകുന്നത് നമ്മിലൂടെയാണ്, മനുഷ്യരിലൂടെയാണ് ശരിക്കും. അതാണ് നമ്മുടെ ക്രിയേഷൻ്റെ പല പർപ്പസുകളിൽ ഒരു പർപ്പസ്. ദൈവം സാത്താനെ യേശുവിലൂടെ പരാജയപ്പെടുത്തി. പക്ഷേ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ സാത്താനെ, നിങ്ങളിലൂടെ സാത്താനെ പരാജയപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നിശ്ചയിച്ച ഒരു പ്ലേസ് ഉണ്ട്, ഒരു ടൈമുണ്ട്, ഡിവൈൻ ഓർഡർ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള 2 തരത്തിലുള്ള പർപ്പസസ് ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് എന്തുണ്ട്? പർപ്പസ് ഉണ്ട്. പർപ്പസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലുള്ള പർപ്പസസ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ്, പൊതുവായ ഉദ്ദേശമുണ്ട്. എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് ജനറലായിട്ടൊരു പർപ്പസ് ഉണ്ട് ദൈവത്തിന്. 2 എന്തുണ്ട്? ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇനി എന്താണ് ഈ ജനറൽ പർപ്പസ്, എന്താണ് ഈ സ്പെസിഫിക് പർപ്പസ് എന്ന് നമ്മളൊന്ന് വേഗം കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി ചില ആൾക്കാർ ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ പർപ്പസ് ഞാൻ തിരിച്ചറിയുന്നത്? അതെല്ലാം ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നിങ്ങൾ പർപ്പസിലാണോ മൂവ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അത് നമ്മളിന്ന് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച്, നമ്മെല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിനുള്ള ജനറൽ പർപ്പസിനകത്ത് 4 വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ച ജനറൽ പർപ്പസ് എന്ന് പറയുന്നത്, 1 ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇത് ജനറൽ പർപ്പസിനകത്ത് വരുന്ന ഒന്നാമത്തെ പോയിൻ്റാണ് ശരിക്കും, ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അതിനാധാരമായിട്ട് യേശയ്യ പ്രവചന ഗ്രന്ഥം 43-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് ആ വചന അടിസ്ഥാനത്തിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ പറയുന്നു, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കുവാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയാണ്, ദിസ് പീപ്പിൾ ഐ ഹാവ് ഫോംഡ് ഫോർ മൈസെൽഫ് ആൻഡ് ദേ ഷാൽ ഡിക്ലെയർ മൈ പ്രൈസസ്. അപ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ജനറൽ പർപ്പസിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ഈ ഭൂമിയിൽ ആരാധിക്കുവാൻ വേണ്ടി. ദൈവത്തിൻ്റെ രാജ്യവുമുണ്ട്, സാത്താൻ്റെ രാജ്യവുമുണ്ട്. 2 സ്പിരിച്വലാണ് ഇൻ നേച്ചർ. ബോത്ത് ആർ ഇൻവിസിബിൾ. അല്ലേ? ദൈവരാജ്യം എന്താണ്? ഇൻവിസിബിൾ ആണ്. സാത്താൻ്റെ രാജ്യം എന്താണ്? ഇൻവിസിബിൾ ആണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഈ 2 രാജ്യങ്ങളും ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുകയാണ്. മനുഷ്യരുടെ ആരാധനയ്ക്ക് വേണ്ടി 2 രാജ്യങ്ങളും ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദാറ്റ്.
ആരാധനയ്ക്ക് വേണ്ടിയാണ് ഒരു ഫൈറ്റ് നടക്കുന്നത്. അതിനാധാരമായിട്ട് നമുക്ക് 1-2 വചനഭാഗങ്ങൾ എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം അങ്ങനെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം അദൃശ്യ ആത്മീയ ലോകത്തിൽ ദൈവരാജ്യം ഒരാരാധകരെ അന്വേഷിക്കുകയാണ്. സീക്കിംഗ് ദ വർഷിപ്പേഴ്സ്, ആരാധകരെ അന്വേഷിക്കുകയാണ്. ശരിക്കും എന്താണ്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം അന്വേഷിക്കുകയാണ്. ദൈവത്തിന് പ്രീതികരമായ ആരാധന എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുക, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുക. അത് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, 2 അദൃശ്യ ആത്മീയ രാജ്യങ്ങളും ആരാധനയ്ക്ക് വേണ്ടി എന്താണ്? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാധനയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. മനുഷ്യരുടെ ആരാധനയാണ് ശരിക്കും ഈ 2 രാജ്യങ്ങളുടെയും പല പ്രയോറിറ്റികളിൽ ഒരു കാര്യം. ദൈവം എന്താണ്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം എടുക്കാം. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ സാത്താൻ എന്താ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ പറയുന്നു, വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി, യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവന് കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് നൽകും. അപ്പോൾ സാത്താൻ്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ആരാധനയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ 2 രാജ്യങ്ങളും, ദൈവരാജ്യവും സാത്താൻ്റെ രാജ്യവും, ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദ വർഷിപ്പ്, ഹ്യൂമൻ വർഷിപ്പ്. മനുഷ്യരുടെ ആരാധനയ്ക്ക് വേണ്ടി എന്താണ് 2 രാജ്യങ്ങളും ഫൈറ്റ് ചെയ്യുന്നു. ദൈവം ആത്മാവിലും സത്യത്തിലും ആരാധന കഴിക്കുന്ന മനുഷ്യരെ അന്വേഷിക്കുമ്പോൾ സാത്താൻ്റെ ഉള്ളിലുള്ള കൊതി എന്താണ്? ദൈവത്തിന് ആരാധന പോകല്ലേ, യേശുവിനെ ആരും ആരാധിക്കരുത്, അതിനുവേണ്ടി എന്തൊക്കെ കോപ്രായം കാണിക്കാവോ അതെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യരെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കും. മുട്ടയെ നീന്തി ആരാധിപ്പിക്കും, കമഴ്ന്നു കടന്ന് ആരാധിപ്പിക്കും, ഹല്ലേലൂയ, ഇഷ്ടിക വെച്ച് ആരാധിപ്പിക്കും, കൈ തുളച്ചു കയറ്റി ആരാധിക്കും, നാക്കെ ശൂലം കയറ്റി ആരാധിപ്പിക്കും. വ്യത്യസ്ത രീതിയിൽ അവൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്, സത്യദൈവത്തിന്, സകലത്തിൻ്റെയും സൃഷ്ടാവായ യേശു ക്രിസ്തുവിന്, ഹല്ലേലൂയ, പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥന് ആരാധന പോകാൻ പാടില്ല. അതാണ് സാത്താൻ്റെ ഉള്ളിലുള്ള മനസ്സിലിരിപ്പ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 2 രാജ്യങ്ങളും ആരാധനയ്ക്ക് വേണ്ടി വർഷിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസ്, പൊതു പർപ്പസിനകത്ത് 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ നമ്മൾ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം സത്യദൈവത്തെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ, അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ, യേശു ക്രിസ്തുവിനെ ആരാധിക്കണം എന്നുള്ളതാണ് ശരിക്കും നമ്മെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്തെ 1-ാമത്തെ കാര്യം. ഇനി നമ്മെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്തെ 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ടു വിറ്റ്നസ് ക്രൈസ്റ്റ് ജീസസ് ഓൺ ദിസ് എർത്ത്. യേശു എന്ന ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ സാക്ഷ്യപ്പെടുത്തുക. നമുക്കെടുക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പരിശോധിക്കാം. അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചുമുള്ള ജനറൽ പർപ്പസിനകത്തെ 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയുടെ അതിർത്തികളോളം നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ, നമ്മൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ സാക്ഷ്യപ്പെടുത്തുക, സാക്ഷികളാകുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വീണ്ടും ദൈവവചനം പറയുന്നു, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ശക്തിയും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അപ്പം ഞാനും നിങ്ങളും യേശുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ സമൂഹങ്ങളിലും യേശുവിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അനേകം സാക്ഷികൾ എഴുന്നേറ്റ് വരും. നിങ്ങളുടെ സാക്ഷ്യം അനേകരെ സാക്ഷികളാക്കും. നിങ്ങളുടെ സാക്ഷ്യം അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരും. അവരെ എന്ത് ചെയ്യണം? ശിഷ്യപ്പെടുത്തുവിൻ. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. അപ്പം ശിക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സാക്ഷീകരിക്കണം യേശുവിനെ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ കൽപ്പിച്ചതെല്ലാം അവരെ അനുസരിക്കാൻ പഠിപ്പിക്കുവിൻ. നമ്മൾ ആദ്യം സാക്ഷ്യപ്പെടുത്തണം. നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അനേകം പേർ കേൾവിക്കാർ, സാക്ഷികളായി മാറും. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ശിഷ്യപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കണം. മാത്രമല്ല, യേശു കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കണം. ഇനി നമ്മളെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടു ഡെമോൺസ്ട്രേറ്റ് ലവ്. സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. നമുക്കറിയാം, ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം പ്രദർശിപ്പിക്കണം. ഭൂമിയിലുള്ള ജഡപ്രകാരമുള്ള സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത് അഗാപ്പെ ലവ് എന്ന് പറയും. നമുക്കറിയാം, ലവിന് പല വേർഷൻസ് ഉണ്ട്. സ്നേഹത്തെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അഗാപ്പെ ലവ്, ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കണം. അത് നമ്മളെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്ത് മൂന്നാമത്തെ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ, ദേശങ്ങൾ, വ്യത്യസ്ത മതത്തിലുള്ളവർ, വ്യത്യസ്ത കൂട്ടായ്മയിലുള്ളവർ, നമ്മൾ യേശുവിൻ്റേതാണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ പരസ്പര സ്നേഹം കണ്ടാണ് അറിയേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുവിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരാകുവാൻ. സ്നേഹം നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ നമ്മളോട് ഇടപെടുന്ന വ്യത്യസ്ത വ്യക്തികളോട് ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, 14-ാം വാക്യം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. എപ്പോഴാണ് യേശുവിൻ്റെ സ്നേഹിതരായി നമ്മൾ മാറുന്നത്? യേശു കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ സ്നേഹിതന്മാരായി മാറുന്നത്. നമുക്കറിയാം, സ്നേഹത്തെ സംബന്ധിച്ച് അപ്പസ്തോലനായ പൗലോസ് കൊറിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ, ഫാക്ടേഴ്സൊക്കെ പറയുന്നെങ്കിലും ഇന്ന് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അപ്പസ്തോലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ എൻ്റെ കണ്ണുകളിലൂടെ പോയപ്പോഴാണ് ശരിക്കും അപ്പസ്തോലന്മാർക്ക് സ്നേഹത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആ വചനം വായിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം സ്നേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ആഴത്തിലുള്ള ബോധ്യം എന്താണെന്ന് പൗലോസ് അപ്പസ്തോലൻ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പസ്തോലനായ യോഹന്നാനും ഇവിടെ സ്നേഹത്തെ സംബന്ധിച്ചുള്ള അർത്ഥങ്ങൾ, ആഴങ്ങൾ, മർമ്മങ്ങൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് കേൾക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കാനിടയാകും. അവിടെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സാത്താന് സ്നേഹം എന്താണെന്ന് അറിയത്തില്ല. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഇനി 9-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടത് എങ്ങനെയാണ്? യേശു എന്ന ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ദൈവം ആ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ദിസ് ഈസ് ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനനുസരിച്ചാണ് എഴുതുന്നത്. കാരണം സ്നേഹത്തെ സംബന്ധിക്കുന്ന അമൂല്യ രഹസ്യങ്ങളാണ് ശരിക്കും ഇത്. അപ്പോസ്തലനായ പൗലോസ് 17ഓളം കാര്യങ്ങൾ സ്നേഹത്തെ സംബന്ധിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും ഇന്ന് ഞാൻ ഈ ലേഖനം വായിക്കുന്ന സമയത്താണ് എത്ര ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥമാണ് ശരിക്കും അപ്പസ്തോലന്മാർക്ക് സ്നേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. 10-ാം വാക്യം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി യേശുവിനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ
നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അൺഫോർഗീവ്നെസ് ഉള്ള ഒരു വ്യക്തിയിൽ ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ അൺഫോർഗീവ്നെസ് ഉള്ള ഒരു വ്യക്തി മരണാർഹനാണെന്ന് ദൈവജനം പറയുന്നതിൻ്റെ കാര്യം, കൊലപാതകയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. അങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവത്തിന് വസിക്കാൻ സാധിക്കത്തില്ല. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. 14 വാക്യം പറയുന്നു, പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. നമ്മെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്ത് മൂന്നാമത്തെ കാര്യം എന്താണ്? ശരിക്കും അത് സ്നേഹം പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇനി ജനറൽ പർപ്പസിനകത്ത് നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ടു ഒബേ ദ വേർഡ് ഓഫ് ഗാഡ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവകൽപ്പനകളെ അനുസരിക്കുക എന്നതാണ് ശരിക്കും നമ്മെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്തെ നാലാമത്തെ കാര്യം. നമുക്കറിയാം, 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം എന്നത് ശരിക്കും നമ്മെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസിനകത്തെ നാലാമത്തെ കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പം ജനറൽ പർപ്പസ് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ടൊരു പർപ്പസ് ദൈവത്തിനുണ്ട്. എന്താണ് ആ പ്രത്യേക ഉദ്ദേശമെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളൊരു വചനഭാഗത്തിലേക്ക് വരുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ജനറൽ പർപ്പസ് എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചാണെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ്, ഒരു സ്പെസിഫിക് പർപ്പസ് ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ദൈവത്തിനുണ്ട്. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ പർപ്പസ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ഞാൻ പർപ്പസിലാണോ മൂവ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ വേഗം തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. 50-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങളുടെ ബൈബിളിലുണ്ടെങ്കിൽ ആ വാക്യം എപ്പോഴും അടിവരയിട്ട് ആ വാക്യം എപ്പോഴും നിങ്ങൾ ധ്യാനിക്കണം. അവിടെ പറയുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. എന്ന് പറഞ്ഞാൽ മറ്റൊരാശയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നവൻ ആരാണോ അവനാണ് യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടിയാണ്. ദൈവത്തെ സംബന്ധിച്ച് പർപ്പസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലും കർത്താവ് പറയുന്ന ആദ്യം പർപ്പസ് അന്വേഷിക്കാൻ പറയുന്നതിൻ്റെ കാര്യം. ഇവിടെ യേശു കർത്താവ് പറയാണ്, 2 തരത്തിലുള്ള ബന്ധമുണ്ട്. എനിക്ക് യേശുവിനോടുള്ള ബന്ധമുണ്ട്, യേശുവിന് എന്നോടുള്ളൊരു ബന്ധമുണ്ട്. പറയുന്നത് എന്താണ്? യേശുവിന് എന്നോടും നിങ്ങളോടും ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പർപ്പസ് നിറവേറ്റുന്നവൻ ആരാണോ അവനാണ് യേശുവിൻ്റെ സഹോദരനും യേശുവിൻ്റെ സഹോദരിയും യേശുവിൻ്റെ അമ്മയും. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു തൻ്റെ അടുത്തോടെ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിന് അറിയാമായിരുന്നു ഈ ശിഷ്യന്മാർ അവർ അപ്പസ്തോലന്മാരായി പിതാവിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യും.
അപ്പോൾ യേശു അവരോടൊരു ബന്ധം, യേശുവിന് അവരോടൊരു ബന്ധം ഉണ്ടാകുന്ന എപ്പോഴാണ്? അവ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജനറൽ പർപ്പസ് മാത്രമല്ല, എന്നെയും നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണ്, ആ പർപ്പസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ നമ്മളൊന്ന് വേഗം സംസാരിക്കുന്നു. എന്നിട്ട് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇനിയും ഹൗ ഡു ഐ നോ മൈ സ്പെസിഫിക് പർപ്പസ്? എല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. എല്ലാ ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജുകളൊക്കെ കേട്ടിട്ടൊക്കെ മനസ്സിലായ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എന്നെ സംബന്ധിച്ചൊരു ദൈവിക പർപ്പസ് ഉണ്ട്. ഇനി എന്നെ സംബന്ധിക്കുന്ന ആ സ്പെസിഫിക് പർപ്പസ് എങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നത്? അതിൻ്റെ സ്പിരിച്വൽ റൂൾ അല്ലെങ്കിൽ അതിൻ്റെ സ്പിരിച്വൽ ലോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ഇറ്റ് ഈസ് ത്രൂ കോൺസ്റ്റൻറ്റ് സീക്കിംഗ്. അന്വേഷിച്ചാണ് കണ്ടെത്തുന്നത്. ചുമ്മാ അന്വേഷിക്കല്ല. ഇറ്റ് ഈസ് നോട്ട് സീക്കിംഗ്, ബട്ട് ഇറ്റ് ഈസ് ത്രൂ കോൺസ്റ്റൻറ്റ് സീക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടെ അന്വേഷിച്ചാണ് കണ്ടെത്തുന്നത്. നമുക്കൊരു വാക്യം എടുക്കാം. ജെറമിയ പ്രവചന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം എടുക്കാം. അവിടെ പ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. അപ്പോൾ ദൈവത്തെ ഒരുവൻ കണ്ടെത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവനെക്കുറിച്ചുള്ള പർപ്പസും അവൻ കണ്ടെത്തും. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത് നമ്മുടെ പർപ്പസ്, എന്നെക്കുറിച്ചുള്ള സ്പെസിഫിക് പർപ്പസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. അതുമാത്രം പോരാ, സ്ഥിരതയോടെ അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടെ പർപ്പസ് അന്വേഷിക്കുന്നവർ മാത്രമേ ആ പർപ്പസ് കണ്ടെത്തത്തുള്ളൂ. ഒരു ദിവസം അന്വേഷിച്ചു, ഒരാഴ്ച അന്വേഷിച്ചു, ഒരു മാസം അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്ന മടിയന്മാരായ ക്രിസ്ത്യാനികൾ ഒരിക്കലും ദൈവത്തിൻ്റെ പർപ്പസ്, അവരെക്കുറിച്ചുള്ള സ്പെസിഫിക് പർപ്പസ് കണ്ടെത്തത്തില്ല. അവരാ ജനറൽ പർപ്പസ് ഇങ്ങനെ ഫുൾഫിൽ ചെയ്ത് ആരാധിച്ചും യേശുവേ എന്നൊക്കെ വിളിച്ചും ഇത്തിരി സ്നേഹമൊക്കെ കാണിച്ചും ഇത്തിരി കൽപ്പനകളൊക്കെ അവൻ പാലിച്ചും എന്നിട്ട് അതാണ് ശരിക്കും എല്ലാം എന്ന് ഒരു ഇല്യൂഷനകത്ത് ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് പോകും. എന്നാൽ സ്പെസിഫിക് പർപ്പസ് ചെയ്യുന്നവൻ, നിന്നെ സൃഷ്ടിച്ചതിൻ്റെ സ്പെസിഫിക് പർപ്പസ് ചെയ്യുന്നവൻ, അവനോട് യേശുവിനൊരു ബന്ധമുണ്ടാകും. അവനെ യേശു എൻ്റെ സ്നേഹിത എന്ന് വിളിക്കും. ആ പർപ്പസ് കണ്ടെത്തണമെങ്കിൽ അന്വേഷിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം, സ്ഥിരതയോടെ അന്വേഷിക്കണം. ഇനി എന്തുകൊണ്ടാണ് ശരിക്കും സ്ഥിരതയോടെ അന്വേഷിക്കണം എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ചെറിയ ചെറിയ പർപ്പസുകൾ ചെയ്താണ് ശരിക്കും ആ സ്പെസിഫിക് പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നത്. ആരും ചുമ്മാ ഒന്ന് എഴുന്നേറ്റ് വന്ന് കിടക്കുന്ന എഴുന്നേറ്റ് ആ വലിയ പർപ്പസ് അങ്ങ് തുടങ്ങുകയല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ ചെയ്താണ് ആ സ്പെസിഫിക് പർപ്പസ് നമ്മൾ നിറവേറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ലൈഫിൻ്റെ തന്നെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഞാനിപ്പോൾ പർപ്പസിൽ മൂവ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ 2007 വീണ്ടും ജനിച്ചതിന് ശേഷം ആദ്യത്തെ ചെറിയ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് സൗണ്ട് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുക എന്നതായിരുന്നു എന്നെ സംബന്ധിച്ച്. സോ അതെന്താണ്, ഒരു ചെറിയ അസൈൻമെൻ്റാണ് ശരിക്കും. ആ ചെറിയ അസൈൻമെൻറ്റ് ഞാൻ ഏകദേശം 2-2.5 വർഷത്തോളം അത് സ്ഥിരതയോടെ ചെയ്തു. ആദ്യത്തെ വർഷം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. 2ാമത്തെ വർഷം എനിക്കൊരു ചേട്ടനും കൂടെ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ചെറിയ അസൈൻമെൻറ്റുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ അസൈൻമെൻറ്റുകൾ ചെയ്തതിന് ശേഷം അടുത്ത അസൈൻമെൻറ്റ് കർത്താവ് തന്നത് കോൺഫറൻസുകൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 1000 പേരുള്ള കോൺഫറൻസുകൾ, ധ്യാനങ്ങൾ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ അടുത്ത അസൈൻമെൻറ്റുകൾ ചെയ്ത് ചെറിയ അസൈൻമെൻറ്റാണ്. ഞാൻ പറഞ്ഞത് എല്ലാ ചെറിയ അസൈൻമെൻറ്റുകളും നിങ്ങളുടെ പർപ്പസിലേക്കാണ് നിങ്ങളെ നടത്തുന്നത്. ആരും രാവിലെ എഴുന്നേറ്റ് ആ സ്പെസിഫിക് പർപ്പസ് അങ്ങ് ചെയ്തു തുടങ്ങിയല്ല. ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ ചെയ്യുക. ഞാനതൊരു ഉദാഹരണമായിട്ട് എൻ്റെ ലൈഫ് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. 2-3 വർഷങ്ങളൊക്കെ അങ്ങനെയുള്ള 1000 പേർക്കുള്ള കോൺഫറൻസുകൾ. അപ്പോൾ ഈ കോൺഫറൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒത്തിരി കോർഡിനേഷൻ വർക്കുകളുണ്ട്, ഒത്തിരി എൻഡുകൾ മീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ അഫക്റ്റഡ് ആവും. അപ്പം അങ്ങനെ മെയിനായിട്ടുള്ള കോൺഫറൻസുകൾ, മീഡിയ കോൺഫറൻസുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന അടുത്ത ചെറിയ അസൈൻമെൻറ്റുകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്തത് മുഖാന്തരം എന്താണ്, ഇതെല്ലാം പർപ്പസിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം കർത്താവ് എന്നോട് പറഞ്ഞു, ഹൈഡ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. എല്ലാം വിടുക, എല്ലാം വിട്ട് നീ ഒളിച്ച് വീട്ടിലിരിക്കുക. 6 വർഷം ഞാൻ വീട്ടിലിരുന്നു. 2013 തൊട്ട് 2018-19 കാലഘട്ടം വരെ എല്ലാം ഡിസ്കണക്ട് ചെയ്തു. കാരണം കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് യുവർ സീക്രട്ട് ടൈം. നീ എല്ലാം വിടുക, നീ സീക്രട്ട്. അതൊരു അസൈൻമെൻറ്റാണ്. ചില ആൾക്കാർ വിചാരിക്കുന്നത് അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാം ചെയ്യുമ്പോഴാണ്. നോ, ദൈവം ചിലപ്പോൾ നിങ്ങളോട് പറയും നീ സൈലൻ്റായിട്ട് വീട്ടിലിരിക്കുക. അതൊരു അസൈൻമെൻറ്റാണ് ശരിക്കും. അതൊരു പർപ്പസിൻ്റെ പാർട്ടാണ്.
അന്നത്തെ 6 വർഷം 2013 മുതൽ 2018-19 കാലഘട്ടങ്ങളിൽ ഒരാക്ടിവിറ്റിയും ഇല്ലാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് കർത്താവ് പഠിപ്പിച്ച പല കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനുശേഷം കർത്താവ് പറഞ്ഞു ചെറിയ വീഡിയോകൾ ഉണ്ടാക്കുക. അപ്പം അന്ന് വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഗ്രീൻ സ്ക്രീനൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയാം ഗ്രീൻ സ്ക്രീൻ വെച്ചു, ആ ഗ്രീൻ സ്ക്രീനിലൂടെ ഷൂട്ട് ചെയ്തു, പിന്നെ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നു. ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു ചെറിയ വീഡിയോകൾ ഉണ്ടാക്കേ. അങ്ങനെയാണ് ശരിക്കും വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം 2020 കർത്താവ് വന്നപ്പോൾ പറഞ്ഞു ലൈവ് സർവീസ് സ്റ്റാർട്ട് ചെയ്യേ. 2020 മാർച്ചിൽ ഞാനും എൻ്റെ മകനും കൂടെ ഡാർവിനിലുള്ള ഒരു പാർക്കിൽ 10 പേരുമായിട്ട് തുടങ്ങിയ ലൈവ് ശുശ്രൂഷയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ വലിയ പർപ്പസിലേക്കാണ് നമ്മൾ നടത്തുന്നത്. അതിനുശേഷം കർത്താവ് പറഞ്ഞു മെൻറ്ററിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 2021 ഒരു 10-20 പേർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. 2022 നിങ്ങൾ അനേകം പേര് ആ മെൻറ്ററിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. മെൻറ്ററിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത പലരുമാണ് ഫിസിക്കൽ മീറ്റിങ്ങുകളിലൊക്കെ വന്ന് അവർ പങ്കെടുക്കുന്നത്. ഹല്ലേലൂയ. മെൻറ്ററിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു ഫിസിക്കൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പം US ഫിലാഡൽഫിയയിൽ തുടങ്ങി, ദുബായിൽ അത് ചെയ്തു, കേരളത്തിൽ ഇപ്പോൾ കൊല്ലത്തും തൃശ്ശൂരിലും ചെയ്തു. ഞാൻ പറഞ്ഞ ആശുപത്രി മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ വലിയ പർപ്പസിലേക്കാണ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരതയോടെ അന്വേഷിക്കുന്നവൻ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ, ദേ വിൽ ഫൈൻഡ് ദ പർപ്പസസ് ഓഫ് ഗാഡ്. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മലയാളം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷെ നാളെ അങ്ങനെയല്ല ഈ മിനിസ്ട്രിയെ സംബന്ധിച്ച്. ഞാൻ പലപ്പോഴും എൻ്റെ ദർശനങ്ങൾക്കകത്ത് സ്റ്റേഡിയത്തിനകത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് 50,000-60,000 പേരിരിക്കുന്ന സ്റ്റേഡിയത്തിൽ ശുശ്രൂഷിക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നിട്ടുണ്ട്. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഫിസിക്കൽ മീറ്റിംഗ് ചെയ്യുമ്പോൾ 500 പേർക്ക് ഇരിക്കുന്ന ഹാളിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ഥിരതയോടെ അസൈൻമെൻറ്റ് ചെയ്താൽ 500 5,000 ആകും, 5,000 50,000 ആകും, 50,000 1,00,000 ആകും. ദ സ്പെസിഫിക് പർപ്പസ് അതാരും ഒറ്റ ദിവസം കൊണ്ടല്ല അച്ചീവ് ചെയ്യുന്നത്. ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വലിയ പർപ്പസിലേക്ക് നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചർച്ചിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ കസേര പിടിച്ചിരുന്നവരാകാം. ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് ശരിക്കും. സൗണ്ട് സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് തുടങ്ങിയതാണ് ശരിക്കും. സൗണ്ട് സിസ്റ്റം സെറ്റപ്പിൽ നിന്ന് വർഷിപ്പിലേക്ക് നടത്തി. വർഷിപ്പിൽ നിന്ന് കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നു. കോൺഫറൻസിൽ നിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. വീഡിയോയിൽ നിന്ന് ലൈവ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കണ്ടില്ല, ലൈവ് സർവീസിലൂടെ ആയിരങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. ചെറിയ ചെറിയ അസൈൻമെൻറ്റുകൾ ചെയ്യുമ്പോൾ, അതിൽ സ്ഥിരതയോടെ യേശുവിനെ അന്വേഷിക്കുമ്പോൾ, യു വിൽ ഫൈൻഡ് ഔട്ട് യുവർ റിയൽ പർപ്പസ്, യുവർ സ്പെസിഫിക് പർപ്പസ്. നമ്മുടെ ലൈഫിനെ ദൈവം വ്യത്യസ്ത സീസണുകളായി തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ക്രോണോസ് ആൻഡ് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡ്യൂറേഷൻ ഓഫ് ടൈം. കൈറോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ഓഫ് ഗോഡ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ടൈംസ് ആൻഡ് സീസൺ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ അതിനെ ഡിസ്പെൻസേഷൻസ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ ദൈവം വ്യത്യസ്ത സീസണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സീസണുകളിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു ദൈവിക പർപ്പസ് ഉണ്ട്. സീസൺ 1 ഒരു പർപ്പസ് ചെയ്യണം, സീസൺ 2 ഒരു പർപ്പസ് ചെയ്യണം, സീസൺ 3 ഒരു പർപ്പസ് ചെയ്യണം. ഈ പർപ്പസുകളെല്ലാം കണക്റ്റഡ് ആണ്. ഈ പർപ്പസുകളെല്ലാം നിങ്ങളെ സ്പെസിഫിക് അസൈൻമെൻറ്റിലേക്ക്, നിങ്ങളുടെ സ്പെസിഫിക് പർപ്പസിലേക്ക് നടത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പം എല്ലാ ചെറിയ അസൈൻമെൻറ്റുകളും ആ വലിയ പർപ്പസിൻ്റെ പാർട്ടാക്കി നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഗോഡ് വിൽ റിവീൽ ദ പർപ്പസ് സ്റ്റേജ് ബൈ സ്റ്റേജ്. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ ഈ കാരണം മനസ്സിലാക്കിയാൽ ശരിക്കും എന്തുകൊണ്ടാണ് ദൈവം ചെയ്യുന്ന ചില ആക്ടിവിറ്റികളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ബോധ്യം നമുക്ക് പിടികിട്ടും. എന്തുകൊണ്ടാണ് ദൈവം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മുടെ പർപ്പസ് റിവീൽ ചെയ്യാനുള്ള കാര്യം? പെട്ടെന്ന് ഒറ്റയടിക്ക് പർപ്പസ് റിവീൽ ചെയ്യത്തില്ല, മറിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് തരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റേഡിയത്തിൽ നിന്ന് 50,000-60,000 പേരെ ശുശ്രൂഷിക്കുന്ന അതൊരു ബ്ലൂ പ്രിൻ്റാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ആ വിഷനെ നോക്കിയാൽ, ആ പ്രവചനത്തെ നോക്കിയാൽ അതെങ്ങനെ നടന്നെടുക്കുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. കാരണം 500 പേരിരിക്കുന്ന ഹാളിൽ ഉള്ള ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ 50,000 പേരിരിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ശുശ്രൂഷ എങ്ങനെ ആയിത്തീരും നമുക്കറിയത്തില്ല. അപ്പോൾ ദൈവം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരത്തില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം സ്റ്റേജ് ബൈ സ്റ്റേജായിട്ടാണ് നമ്മളെ പർപ്പസുകൾ റിവീൽ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പർപ്പസ് നമ്മെ സംബന്ധിച്ച് എപ്പം റിവീലായോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാത്താൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കും. സാത്താൻ ഹി ഓൾവേസ് വാണ്ട് ടു ബ്ലോക്ക് ദ പർപ്പസസ് ഓഫ് ഗാഡ്. സാത്താൻ അവൻ ജീവിക്കുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പർപ്പസുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസുകൾ പലപ്പോഴും ദൈവം ക്വയറ്റായിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പർപ്പസ് എപ്പോഴാണോ നിങ്ങളോട് പറയുന്നത് അപ്പോൾ സാത്താനും ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ
ഓട്ടോമാറ്റിക്കായിട്ട് ആ പർപ്പസിനെ തടുക്കുവാൻ സാത്താൻ അവൻ്റെ കിങ്ഡത്തെ അണിനിരത്തുക തന്നെ ചെയ്യും. അപ്പോൾ ആ സാത്താൻ്റെ എതിർപ്പിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ആത്മീയ കപ്പാസിറ്റി, ഒരു ആത്മീയ പ്രിപ്പറേഷൻ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വീണുപോകും. ഇതുകൊണ്ടാണ് പല ആൾക്കാർ ശുശ്രൂഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് നിർത്തിപ്പോകാനുള്ള കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാത്താനെ ജയിക്കാൻ അറിയത്തില്ല, സാത്താനെ ജയിക്കാൻ വേണ്ട ആത്മീയ കപ്പാസിറ്റി ഇല്ല. അപ്പം അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേജ് ബൈ സ്റ്റേജായിട്ടാണ് കർത്താവ് നമുക്ക് റിവീൽ ചെയ്യുന്നത്. കാരണം ദ ഹോൾ പർപ്പസ് റിവീൽ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സാത്താനും അപ്പോഴാണ് അറിയുന്നത്. ദൈവത്തിൻ്റെ മനസ്സ് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മെക്കുറിച്ചുള്ള പർപ്പസ് റിവീൽ ചെയ്യപ്പെടുന്ന സമയത്ത് മാത്രമേ പലതും സാത്താനും അറിയത്തുള്ളൂ. സാത്താൻ എല്ലാം നിങ്ങളെക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ അവന് പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് അറിയാം. കാരണം സാത്താനും ഫ്യൂച്ചർ കാണാൻ പറ്റും. കാരണം സ്പിരിച്വൽ വേൾഡിൽ ദർ ഇസ് നോ ടൈം, ദർ ഇസ് നോ ഫിസിക്കൽ ഡയമെൻഷൻ, ദോ ദ സ്പിരിറ്റ്സ് നോസ് ദ ഫ്യൂച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മന്ത്രവാദികളും കൂടോത്രം ചെയ്യുന്നവരും ഗണിക്കുന്നവരും ഈ ജാതകം നോക്കുന്നവരും ഒക്കെ കുറച്ചൊക്കെ ഫ്യൂച്ചർ അവർക്ക് പറയാൻ സാധിക്കും. കാരണം ഈ അദൃശ്യ ആത്മീയ ലോകത്തിൽ ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ദർ ഇസ് നോ ടൈം സ്പേസ് കോൺസെപ്റ്റ്. അപ്പോൾ സ്പിരിറ്റുകൾക്ക് ഫ്യൂച്ചർ കാണാൻ സാധിക്കും. നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിനകത്ത് അപ്പസ്തോലനെ പൗലോസ് ഒരു പെൺകുട്ടിയെ ശാസിക്കുന്നു. അതിന് കാരണം എന്താണ്? സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ, ഡിവിനേഷൻ്റെ ആത്മാവിനാൽ ഭാവി പറയുന്നു. ഭാവി ദുരാത്മാക്കൾക്കും കാണാൻ സാധിക്കും. ചില ദൈവിക പർപ്പസുകൾ ദൈവം റിവീൽ ചെയ്യുമ്പോൾ മാത്രമാണ് സാത്താൻ അറിയുന്നത്. അപ്പോൾ എപ്പോഴാണോ ആ പർപ്പസ് റിവീൽ ചെയ്യപ്പെടുന്നത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും സാത്താൻ വന്നിരിക്കും, ഉറപ്പാണ്. കാരണം അവൻ്റെ എക്സിസ്റ്റൻസ് തന്നെ എന്താണ്? ദൈവിക പർപ്പസുകളെ ബ്ലോക്ക് ചെയ്യുക. ഇനിയും അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ വരുമ്പോൾ അവനെ തകർത്തെറിയുവാൻ കഴിയുന്ന സ്പിരിച്വൽ പവർ ആൻഡ് കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആത്മീയ കപ്പാസിറ്റി, സ്പിരിച്വൽ കപ്പാസിറ്റി, സ്പിരിച്വൽ സ്റ്റാമിന നീഡ് ടു ബി ദെയർ. സ്പിരിച്വൽ സ്റ്റാമിന ഇല്ലാതെ നമുക്കൊരിക്കലും സാത്താൻ്റെ കിങ്ഡത്തെ ജയിക്കാൻ സാധിക്കത്തില്ല. അതിനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? അഭിഷേകം നൽകുന്നത്. ഇനിയും നിങ്ങൾ ദൈവത്തിൻ്റെ പർപ്പസിലാണോ മൂവ് ചെയ്യുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്പർ 1, ആ പർപ്പസ് ആണോ അത് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യാനുള്ള 3 ഫോർമുലകളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബ്രിങ് പ്രോഫിറ്റ് ടു ഗോഡ് ആൻഡ് ഹിസ് കിങ്ഡം. ദൈവത്തിൻ്റെ സ്പെസിഫിക് പർപ്പസിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിന് അതെന്താണ്? ലാഭം കൊണ്ടുവരും. ദൈവരാജ്യത്തിന് അത് വർധനവ് കൊണ്ടുവരും. അങ്ങനെയാണ് ശരിക്കും ദൈവത്തിൻ്റെ സ്പെസിഫിക് പർപ്പസിലാണോ നിങ്ങൾ മൂവ് ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുന്നത്. ഇറ്റ് വിൽ ബ്രിങ് പ്രോഫിറ്റ് ടു ഗോഡ് ആൻഡ് ടു ഹിസ് കിങ്ഡം. ഇനി രണ്ടാമത് എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബ്രിങ് ബെനിഫിറ്റ്സ് ഫോർ അതേഴ്സ്, നോട്ട് ഫോർ യു. മറ്റുള്ളവർക്ക് അത് ബെനിഫിറ്റ് കൊണ്ടുവരും, നിങ്ങൾക്കല്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്പെസിഫിക് പർപ്പസിൽ നിങ്ങൾ മൂവ് ചെയ്താൽ ഉറപ്പായിട്ടും സാത്താനും അവൻ്റെ ദുരാത്മാക്കളും നിങ്ങൾക്കെതിരെ വന്നിരിക്കും. അതാണ് നിങ്ങൾ സ്പെസിഫിക് പർപ്പസിൽ മൂവ് ചെയ്യുന്നു എന്നതിൻ്റെ മൂന്നാമത്തെ അടയാളം. സീക്ക് ദ പർപ്പസ്, സിൻസിയർലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി സീക്ക് ഇറ്റ്. അന്വേഷിക്കുക. ഗോഡ് വിൽ റിവീൽ. നിങ്ങളുടെ ഈ സീസണിൽ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പർപ്പസ് ദൈവം നിങ്ങൾക്ക് റിവീൽ ചെയ്യും. ഇനി നിങ്ങൾ ആ പർപ്പസിലാണോ മൂവ് ചെയ്യുന്നത് എന്നറിയാനുള്ള 3 മാനദണ്ഡങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്താണ്? നിങ്ങൾ പർപ്പസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ ഗോഡ്സ് കിങ്ഡം വിൽ ബെനിഫിറ്റ്, ദൈവരാജ്യത്തിന് അത് പ്രയോജനമുണ്ടാകും. രണ്ടെന്താണ്? ഇറ്റ് വിൽ ബെനിഫിറ്റ് അതേഴ്സ്, മറ്റുള്ളവർക്ക് അത് നിങ്ങളെക്കൊണ്ട് പ്രയോജനം ഉണ്ടാകും, നിങ്ങൾക്കല്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ആ പർപ്പസിനെ സാത്താൻ ഒപ്പോസ് ചെയ്യും, അവൻ എതിർക്കും. ആ ഓപ്പോസിഷൻ വരുമ്പോഴാണ് ശരിക്കും ഇത് ദൈവിക പർപ്പസ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ തീരുമാനിക്കുന്നത്, ഹല്ലേലൂയ, തിരിച്ചറിയാൻ സാധിക്കുന്നത്. പലരും ചിന്തിക്കുന്നത് ദൈവിക പർപ്പസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഫ്ലോ ചെയ്യുമെന്നാണ്. അങ്ങനെയല്ല. റെസിസ്റ്റൻസ് വരും, സാത്താൻ റെസിസ്റ്റ് ചെയ്യും. അവനെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അഭിഷേകം ഉപയോഗിച്ച് അവനെ കോൺകർ ചെയ്യണം, അവനെ ഡിഫീറ്റ് ചെയ്യണം. നമുക്കറിയാം 1 കൊറിന്ത്യൻസ് അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെയും പർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെയും കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ ലൈഫ് ഒരു സാക്രിഫിഷ്യൽ ലൈഫായി മാറും. ഇറ്റ് വിൽ പ്രോഫിറ്റ് അതേഴ്സ്, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകും. അതാണ് ശരിക്കും നമ്മൾ ദൈവിക പർപ്പസിൽ മൂവ് ചെയ്യുന്നു എന്നതിൻ്റെ അടയാളങ്ങളിലെ ഒരടയാളം. നമുക്കറിയാം യേശു കർത്താവിൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കേ. യേശു കർത്താവിൻ്റെ ജീവിതം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തികളുടെ പാപപരിഹാരത്തിനായി മാറി. അപ്പോസ്തലന്മാരുടെ ജീവിതം നോക്കിക്കേ, പ്രവാചകന്മാരുടെ ജീവിതം നോക്കിക്കേ. അവരെല്ലാം തന്നെ ജീവിതം മുഴുവൻ എന്ത് ചെയ്തു? എ സാക്രിഫിഷ്യൽ ലൈഫ്. മറ്റുള്ളവർക്ക് വേണ്ടി, ഈ മനുഷ്യവർഗത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? ജീവിതം സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ അവരുടെ ലൈഫ് മറ്റുള്ളവർക്കൊരു ബെനിഫിറ്റ് ആവും.
നിങ്ങളുടെ ലൈഫ് മറ്റുള്ള വ്യക്തികൾക്ക് ബെനിഫിറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവിക പർപ്പസിനകത്ത് മൂവ് ചെയ്യുന്നു. മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് കൊണ്ട് ദൈവരാജ്യത്തിന് പ്രോഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫ് കൊണ്ട് ദൈവരാജ്യത്തിന് വർധനമുണ്ടാകുന്നെങ്കിൽ, പ്രയോജനമുണ്ടാകുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവിക പർപ്പസിൽ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പർപ്പസിൽ മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിഷൻസ് വരുന്നെങ്കിൽ അതും ഒരു സൈനാണ്. ആ ഓപ്പോസിഷനുകളെയൊക്കെ തന്നെ ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ കോൺകർ ചെയ്യണം, ഡിഫീറ്റ് ചെയ്യണം, ഓവർകം ചെയ്യണം എന്നതാണ് ശരിക്കും എന്നെയും നിങ്ങളെയും സംബന്ധിക്കുന്ന ദൈവഹിതം. ഇൻ ദിസ് ലാസ്റ്റ് ഡേയ്സ് യു ഹാവ് ആൻ അസൈൻമെൻറ്റ്, യു ഹാവ് എ പർപ്പസ്. സോ യേശു കർത്താവിൻ്റെ വരവിന് അധിക സമയമില്ല. സോ ഈ ഷോർട്ട് ടൈമിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അനേകരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഈസ് എ ഫൈനൽ റിവൈവൽ ഈസ് ഗോയിങ് ടു കം. ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റിവൈവൽ വരുന്നു. ആ റിവൈവലിൻ്റെ പാർട്ടാകുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. അതാണ് നമ്മെ സംബന്ധിക്കുന്ന പർപ്പസ്. അപ്പോൾ അതിനകത്ത് എന്നെയും നിങ്ങളെയും എല്ലാം യേശു കണ്ടിട്ടുണ്ട്. കാരണം ഇതുവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അളവിലുള്ള ഒരു റിവൈവലാണ് വരുന്നത്. അനേകം വിജാതീയ മറ്റു മതസ്ഥരൊക്കെ യേശുവിനെ അറിഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്കാണ് വരാൻ പോകുന്നത്. ഈ യേശുവിനെക്കുറിച്ച് എനിക്കൊന്ന് കൂടുതൽ പറഞ്ഞു തരണം, ഈ ജനറേഷണൽ കേഴ്സ് ഒന്ന് ബ്രേക്ക് ചെയ്ത് തരണം, ഈ ഡിമോണിക് പ്രോബ്ലത്തിൽ നിന്ന് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ഡെലിവറി ചെയ്യണം. ഇതിനുവേണ്ടി നിങ്ങളുടെ അടുക്കിലേക്കാണ് അവരെത്താൻ പോകുന്നത്. നിങ്ങളിലൂടെയാണ് യേശു ആ റിവൈവൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുകയാണ് ശരിക്കും സാത്താൻ്റെ ലക്ഷ്യം. അതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന സാത്താൻ്റെ ഏറ്റവും വലിയ വ്യാജം നുണ. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ലാസ്റ്റ് ഡേയ്സ്. നിങ്ങളെ സംബന്ധിക്കുന്ന വലിയ പദ്ധതികൾ ഈ വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ മിനിസ്ട്രിക്ക് ചുറ്റും അനേകര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടുമ്പോൾ ഓരോ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അഭിഷേകത്തിൻ്റെ പകർച്ചകൾ സംഭവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വചനത്തിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയ്ക്കും. വെളിപ്പാടുകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ സ്പിരിച്വൽ റാങ്കിനെ കർത്താവ് ഉയർത്തും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ അസൈൻമെൻറ്റ്. അതൊരു ഫിസിക്കൽ അസൈൻമെൻ്റ് അല്ല, അതൊരു സ്പിരിച്വൽ അസൈൻമെൻ്റ് ആണ്. പക്ഷേ ആ സ്പിരിച്വൽ അസൈൻമെൻറ്റ് ഫിസിക്കൽ വേൾഡിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മൾ ആത്മാവാണ്, എനിക്കൊരു ദേഹിയുണ്ട്, ഞാൻ താൽക്കാലികമായി ഈ ശരീരത്തിൽ താമസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. ഈ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 സംസാരിച്ചിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞു, ജനറൽ പർപ്പസ് ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പം ഈ ഭൂമിയിൽ മനുഷ്യനായി നമ്മൾ ജീവിക്കുമ്പോൾ സത്യദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ, എബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ, ദൈവപുത്രനായ യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. യേശു എന്ന ദൈവപുത്രനെ ജനതകളുടെ മുമ്പിൽ, രാജ്യങ്ങളുടെ മുമ്പിൽ, പട്ടണങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക, അനേകരെ ശിഷ്യപ്പെടുത്തുക, ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുക, ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നവരായി മാറുക. ഇതൊക്കെ നമ്മളെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസാണെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ആ സ്പെസിഫിക് പർപ്പസ് എന്താണ്? അന്വേഷിക്കുന്നവർ, സ്ഥിരതയോടെ അന്വേഷിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ അത് കണ്ടെത്തും. അപ്പം ഈ സീസണിൽ ഞാനും നിങ്ങളും ചെയ്യാനുള്ള പർപ്പസ് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആ അസൈൻമെൻറ്റുകൾ ചെയ്യുന്ന സീസണുകളിലേക്കാണ് പലരെയും കർത്താവ് ഈ സമയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഈ മെസ്സേജ് സംസാരിക്കുമ്പോൾ പലരുടെ ഉള്ളം തേങ്ങുന്നു, പലരുടെ ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് കടന്നു വരുന്നു. അപ്പോൾ കരങ്ങളെ അഭിഷേകം ചെയ്യണം, പാദങ്ങളെ അഭിഷേകം ചെയ്യണം, എന്നെ ഉപയോഗിക്കണം. ഓരോരുത്തരുടെയും ജോലി, ഓരോരുത്തരുടെയും പർപ്പസ് പല അളവുകളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മുഖാന്തരമാണ് സംഭവിക്കുന്നത്. ചെറിയ അളവിലാകാം, മീഡിയം സൈസ് ആകാം, ലാർജ് സ്കെയിലിലാകാം. എന്തായാലും ദൈവത്തിൻ്റെ പർപ്പസുകൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഫുൾ റിവാർഡ്, റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകും. നിങ്ങളെ സംബന്ധിക്കുന്ന ജനറൽ പർപ്പസ് മാത്രമല്ല, സ്പെസിഫിക് പർപ്പസുകൾ അന്വേഷിക്കുകയും ചെയ്യുന്നവരായി ഈ ദിവസങ്ങൾ നമുക്ക് മാറാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. അനേകം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഒരു ചെവി കൂടെ കേട്ടു, മറ്റേ ചെവിയിലൂടെ പോവുക മാത്രമല്ല, എൻ്റെ ലൈഫിനെ സംബന്ധിച്ച് ഒരുവൻ അവൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് ഞാൻ ചുമ്മാ പൊട്ടിമുളച്ച് എൻ്റെ തീരുമാനപ്രകാരം വന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും തീരുമാനപ്രകാരം വന്നതല്ല. ഞാൻ ശരിക്കും ലോക സ്ഥാപനത്തിന് മുമ്പ്, അതാണ് അപ്പസ്തോല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരു മനുഷ്യനിലൂടെ ലോകം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ്
ടൈമിൽ ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിലാണ് ഞാനും നിങ്ങൾ ജനിച്ചത്. നമ്മൾ അദൃശ്യ ആത്മീയ ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. എന്തിനാണ്? ദൈവത്തിൻ്റെ പ്രതിനിധികളായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞാനും നിങ്ങളും വസിക്കുന്ന ദേശങ്ങളിലും പട്ടണങ്ങളിലും ഹല്ലേലൂയ ജനതകളുടെ ഇടയിലും നിറവേറ്റുവാൻ അതിനല്പസമയം മാത്രമേ നമുക്കുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ മണിക്കൂറും ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുന്നു, എത്രമാത്രം ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിനകത്ത് നിറയുന്നു, എത്രമാത്രം ദൈവിക അഭിഷേകത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു, അത്ര കണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്ന ഒരു പ്രകാശമായി മാറും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ചെയ്യാനുള്ള പ്രവൃത്തി യേശു കാൽവരി കുരിശിൽ പൂർണ്ണമായും പിതാവിന് വേണ്ടി ചെയ്തു. ഇനിയും യേശു എടുത്ത ജയം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ശരിക്കും ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ സീസണിൽ, ഈ എൻഡ് ടൈമിൽ, ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ, ഈ ലാസ്റ്റ് ഡേയ്സിൽ ദൈവം സ്വർഗം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു അസൈൻമെൻ്റ് ഉണ്ട്. അതിലേക്കാണ് ശരിക്കും ഞാനും നിങ്ങളും നടന്നെടുക്കുന്നത്. അത് ഉടൻ തന്നെ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പ് ഒരുക്കം അത്യാവശ്യമാണ്. ഏത് ശുശ്രൂഷയ്ക്കും ഏത് ജോലിക്കും മുമ്പ് നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇത് പ്രിപ്പറേഷൻ്റെ സമയമാണ്. കാരണം ഒരു വലിയ ഹാർവസ്റ്റ് വരാൻ പോകുന്നു, ഒരു വലിയ കൊയ്ത്ത് വരാൻ പോകുന്നു. അതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്ന പ്രായമായ എല്ലാവരെയും യേശുവിന് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. അത് പറയുവാൻ വേണ്ടിയാണ് ശരിക്കും ഈ മിനിസ്ട്രി കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചുമ്മാ വിശ്വസിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ യേശു വിശ്വാസികളെ അന്വേഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. യേശു വിശ്വാസികളെ അല്ല നോക്കുന്നത്. ഹീ ഈസ് ലുക്കിംഗ് ഫോർ എ വാരിയർ. ഒരു യുദ്ധം ചെയ്യുന്ന മണവാട്ടിയാണ് യേശു നോക്കുന്നത്. കാരണം ഇത് യുദ്ധത്തിൻ്റെ സീസണാണ്, ഇത് യുദ്ധം ചെയ്യാൻ പോകുന്ന സീസണാണ്. കാരണം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ രാജ്യവും ആ യുദ്ധത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. യുദ്ധം ചെയ്യുന്ന ഒരു മണവാട്ടി എഴുന്നേറ്റ് വരട്ടെ, യുദ്ധം ചെയ്യുന്ന ഒരു വിശ്വാസി എഴുന്നേറ്റ് വരട്ടെ. സാധാരണ വിശ്വാസിയല്ല, യുദ്ധം ചെയ്ത് സാത്താൻ്റെ കിങ്ഡത്തെ തകർത്തു തരിപ്പണമാക്കുന്ന ഹല്ലേലൂയ ആത്മീയ ആയുധങ്ങൾ കൊണ്ട് നിറയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുന്ന വാരിയർ ബ്രൈഡ് കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. അങ്ങനെയുള്ളൊരു മണവാട്ടിയെ മാത്രമാണ് ശരിക്കും യേശു നോക്കുന്നത്. കാരണം ബാക്കിയുള്ള സാധാരണ വിശ്വാസികളെല്ലാം വിശ്വാസ ത്യാഗത്തിനകത്ത് ഒലിച്ചു പോകുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ഒരു വ്യക്തി പോലും അങ്ങനെ വിശ്വാസ ത്യാഗം മൂലം ഒലിച്ചു പോകുന്ന ഒരു വ്യക്തിയാകാതിരിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എൻ്റെ ജീവിതം പോലും ഞാൻ ഈ മിനിസ്ട്രിക്ക് വേണ്ടി തരാൻ തയ്യാറായിരിക്കുന്നത്. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, there is an assignment for you. എനിക്ക് നിങ്ങൾക്കും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. എന്താണ്? ക്രിസ്തു എന്ന അടിസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട്, എൻ്റെയും അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ജനതകളുടെ ഇടയിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുക മാത്രമല്ല, അവസാന നാളിൽ വരുന്ന ആ എൻ്റെയും വാർ, there's a final war is going to come. അതാണ് ശരിക്കും റെവലേഷൻ ചാപ്റ്റർ 12, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന യുദ്ധം. അത് വരാൻ പോകുന്ന യുദ്ധമാണ്. അത് ഇതിനു മുമ്പ് സംഭവിച്ച യുദ്ധമല്ല, വരാൻ പോകുന്ന ഒരു യുദ്ധം. സെക്കൻഡ് ഹെവനിൽ നിന്ന് സാത്താനും അവൻ്റെ ദുരാത്മാക്കളെയും ഭൂമിയിലേക്ക് കർത്താവ് തള്ളിയിടാൻ പോകുന്നു. അതിനുശേഷം ഈ ഭൂമിയിലുള്ള സാഹചര്യങ്ങൾ കലുഷിതമാകുമ്പോൾ ഹല്ലേലൂയ, യേശുവിനുള്ള വിശ്വാസവും ദൈവ കൽപ്പനകളുടെ അനുസരണവും, ദിസ് ഈസ് വാട്ട് ദാറ്റ് ഗോയിങ് ടു ബി മാറ്റർ. ഹല്ലേലൂയ. അതിനുവേണ്ടി സ്വർഗം കണ്ടവരാണ് നിങ്ങൾ, സ്വർഗം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങൾ, ലോകസ്ഥാപനത്തിന് മുമ്പ് സ്വർഗം നിശ്ചയിച്ച വ്യക്തികളാണ് നിങ്ങൾ. അതിനുവേണ്ടിയാണ് ശരിക്കും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശുശ്രൂഷകളിലൂടെയൊക്കെ നിങ്ങളെ ഈ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യം. ബിക്കോസ് എ പ്രിപ്പറേഷൻ ഈസ് നീഡഡ്. ഈ സമയത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ജീവിതങ്ങളെ ഒന്ന് താഴ്ത്തിക്കൊടുത്തേ. ഹല്ലേലൂയ. ജഡത്തെ ക്രൂശിക്കണം, കണ്ണിൻ്റെ ദുരാശകളെ ക്രൂശിക്കണം. സാത്താൻ്റേതൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. സാത്താൻ്റേത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാത്താനെ ജയിക്കാൻ പോകുന്നത്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊക്കെ നമ്മൾ ക്രൂശിച്ച് ഹല്ലേലൂയ വിശുദ്ധിയിലും ദൈവഭയത്തിലും നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലൂടെ ഒഴുകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. ഒരു മിനിറ്റ് നേരം ഒരു പ്രസംഗത്തിൻ്റെ മുമ്പിൽ നിന്ന് ചുമ്മാ കേട്ട് എഴുന്നേറ്റ് പോകുന്നതല്ല. ഈ മിനിറ്റുകൾക്കകത്ത് നിങ്ങളുടെ അകത്ത മനുഷ്യനകത്തൊരു മാറ്റം വരണം. എൻ്റെ അകത്ത മനുഷ്യനകത്ത് ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് എന്നെ മെനയുമ്പോൾ, ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് എൻ്റെ അന്തരംഗത്തെ രൂപപ്പെടുത്തുമ്പോൾ പിതാവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ മകൻ, ഈ മകൾ എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ സാക്ഷിയാകി മാറുക മാത്രമല്ല, എനിക്ക് വേണ്ടി ഒരു സ്പെസിഫിക് പർപ്പസ് ചെയ്യും. ഈ അവസാന നാളുകളിൽ ലോകത്തിൽ ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ മഹത്വം പിതാവ് പ്രദർശിപ്പിക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ
ഹല്ലേലൂയ, ഈ മകനും മകളും അവൻ്റെ പാർട്ട് അവളുടെ പാർട്ട് ചെയ്യും എന്ന് പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടതുകൊണ്ടാണ്, ആഗ്രഹിച്ചതുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് ശരിക്കും ഈ സമയങ്ങളിൽ പിതാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നതും അനേകം ശുശ്രൂഷകളിലൂടെ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞ് അപ്പ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ ഞാൻ എന്നെ പൂർണ്ണമായിട്ടും വിട്ടുതരുന്നു എന്ന് ഒരിക്കൽ കൂടെ ഒന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കമ്മിറ്റ് ചെയ്ത് ഈ മിനിറ്റുകളിൽ പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്ന എല്ലാ മക്കളും ഒന്നുകൂടെ റീകമ്മിറ്റ് ചെയ്ത ഒരു സമയത്ത് ഹല്ലേലൂയ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല ആക്ടിവിറ്റികൾ, വി ആർ വെരി ബിസി. ഹല്ലേലൂയ, അങ്ങനെ ബിസിയായിട്ടുള്ളൊരു സമയത്ത് പലപ്പോഴും പർപ്പസുകൾ അന്വേഷിക്കുവാനോ പ്രിപ്പയർ ചെയ്യപ്പെടുവാനോ ഒരുങ്ങാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഈ മിനിറ്റിൽ പരിശുദ്ധാത്മാവ് അനേകരോട് സംസാരിക്കുന്ന ഈ സമയത്ത് ഹല്ലേലൂയ, ഐ ഹാവ് എ പർപ്പസ് കൺസേണിങ് യുവർ ലൈഫ്. നിന്നെ സംബന്ധിക്കുന്നൊരു ഉദ്ദേശം എനിക്കുണ്ട്, അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് അനേകരോട് സംസാരിക്കുന്നു. ഈ സമയത്ത് ദൈവിക ദൂതന്മാർ റിലീസ് ചെയ്യപ്പെടട്ടെ. ഈ മക്കളെ ഒരുക്കുന്ന ദൈവിക ദൂതന്മാർ റിലീസ് ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, ഇവരുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവ തേജസ് ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എല്ലാ മക്കളും പൊതിയപ്പെടട്ടെ. ഓ കർത്താവ്, ഈ സമയത്ത് ഈ മക്കളുടെ വ്യത്യസ്ത പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ടൈം ലൈനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ പരിവർത്തിക്കട്ടെ. രോഗികളായിരിക്കുന്നവ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ ഈ സമയത്ത്. ട്യൂമറുകൾ ശരീരങ്ങളെ വിട്ടുപോകട്ടെ ഈ സമയത്ത്. അലർജികൾ ഈ സമയത്ത് ശരീരങ്ങളെ വിട്ടുമാകട്ടെ. പഴക്കം ചെന്ന തലവേദനകൾ വിട്ടുമാകട്ടെ. ബാക്ക് പെയിനുകൾ സൗഖ്യമാകട്ടെ ഈ സമയത്ത്. ആന്തരിക അവയവങ്ങൾക്കകത്ത് സൗഖ്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഓരോ ശരീരങ്ങളും, ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ. സ്കിൻ അലർജികൾ ഈ സമയത്ത് വിട്ടുമാകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ ഈ സമയത്ത് ശരീരങ്ങളെ വിട്ടുമാകട്ടെ. തഴക്ക ദോഷങ്ങൾ ഈ സമയത്ത് ശരീരങ്ങളെ വിട്ടുമാകട്ടെ. ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്, ഗ്ലോറിയസ് കിങ്, ഗ്രേഷ്യസ് ലോർഡ്. ഓരോ മക്കളെ സമർപ്പിക്കുന്നു, ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഓരോ ശരീരങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സർപ്പത്തിൻ്റെ ദുരാത്മാക്കൾ അഴിയട്ടെ ഈ സമയത്ത്. കൂടോത്രത്തിൻ്റെ, മന്ത്രവാദത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ സ്പിരിറ്റുകൾ ഈ ദൈവമക്കളെ വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈ സമയത്ത് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഒഴുകുന്ന അഭിഷേകം എല്ലാ മക്കളിലേക്കും റിലീസ് ചെയ്യുന്നു ഈ സമയത്ത്. ഓ വണ്ടർഫുൾ ഫാദർ, ഗ്ലോറിയസ് കിങ്, ഗ്രേഷ്യസ് ലോർഡ്, ഹോളി സ്പിരിറ്റ് ഐ താങ്ക് യു, ഹോളി സ്പിരിറ്റ് ഐ താങ്ക് യു, ഹോളി സ്പിരിറ്റ് ഐ താങ്ക് യു. ഹല്ലേലൂയ. ഓരോ ജീവിതങ്ങളും തുറന്നു വരട്ടെ. ഓരോ വ്യക്തികളുടെ ലൈഫുകളും ഓപ്പൺ ആകട്ടെ ഈ സമയത്ത്. ഡെസ്റ്റിനികൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. സ്ക്രോളുകൾ റിലീസ് ചെയ്യപ്പെടട്ടെ. ഈ മക്കളുടെ ബുക്കുകൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഓ വണ്ടർഫുൾ ഫാദർ, ഗ്ലോറിയസ് കിങ്, ഗ്രേഷ്യസ് ലോർഡ്, വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ രോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ സൗഖ്യത്തെ സ്വീകരിക്കുക. ഈ മിനിറ്റിൽ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിലൂടെ ഒഴുകുന്ന യേശുവിൻ്റെ അടിപ്പിണലുള്ള സൗഖ്യം നിങ്ങളുടെ ശരീരങ്ങളെ ഈ സമയത്ത് പ്രവേശിക്കട്ടെ. റിസീവ് ദ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് റൈറ്റ് നൗ. ഓരോ ശരീര അവയവങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ റിലീസ് ചെയ്യുന്നു. ദ റെയിൻ ഓഫ് ഹീലിംഗ്. ഹല്ലേലൂയ. സൗഖ്യത്തിൻ്റെ ഒരു മഴ, പെരുമഴ ഈ സമയത്ത് എല്ലാ വ്യക്തികളിലേക്കും. ശരീരങ്ങൾ ഇപ്പോൾ ഫ്രീ ആകട്ടെ. ശരീരങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുടുംബങ്ങൾ ഫ്രീ ആകട്ടെ. ഓപ്പറേഷനുകൾ മാറിപ്പോകട്ടെ. ടോർമെൻറ്റിങ് സ്പിരിറ്റുകൾ ഈ സമയത്ത് ബന്ധിക്കപ്പെടട്ടെ. മോണിറ്ററിങ് സ്പിരിറ്റുകൾ ഈ സമയത്ത് ബന്ധിക്കപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ടെറിട്ടറികളിനകത്തുനിന്ന്, ടെറിട്ടോറിയൽ സ്പിരിറ്റിൻ്റെ ഓപ്പറേഷനകത്തുനിന്ന് വ്യക്തികൾ ഈ സമയത്ത് ഫ്രീ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇൻ ജീസസ് ക്രൈസ്റ്റ് മൈറ്റി നെയിം.